ആദ്യം സ്വന്തമാക്കിയ വാഹനം ഏതാണ്? ആദ്യം സ്വന്തമാക്കിയത് അതേ നാട്ടിലെ ഉപ്പ എനിക്ക് മേടിച്ചത് ഒരു സൈറൻ സൈക്കിളോ 2 ഇൻഡിക്കേറ്ററുകൾ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് അവളെ കല്യാണം കഴിച്ചതിന് ശേഷം എനിക്ക് കിട്ടിയ ഒരു ഓടി ക്യൂസ്. വൈഫിന്റെ വീട്ടിൽ നിന്നിട്ടാണ് ശ്രീധരമായിട്ട് വാങ്ങി? ഞാൻ വാങ്ങിച്ചിട്ടൊന്നുമില്ല, അത് അവൾക്ക് വരേണ്ടി ശ്രീധരമായി വാങ്ങിയത് ക്യാപ്ഷൻ എടുത്തിട്ട്. ഓടിക്കാർ ശ്രീധരമായി വാങ്ങി. ആ ഓടിക്കാർ തിരിച്ചു കൊടുത്തോ? അത് തിരിച്ചു കൊടുത്തു. എപ്പോ കൊടുത്തു? ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തിരിച്ചു കൊടുത്ത്. സയൻസ് ഷർട്ടാണ് അതിന് മുമ്പിലുണ്ട്, അതൊക്കെ കൊടുത്തു. അത് അവിടെ കിടന്നോട്ടെ. ഓക്കെ, ഓടി കാറിലേക്ക് അടുത്ത പോരാ. നമ്മൾ സ്വന്തമായിട്ട് വാങ്ങിയ സ്വന്തമായിട്ട് മേടിച്ച ഒരു പോർഷെ കാറാണ്. അത് നല്ല കുഴപ്പമില്ലാണ്ട് പോകണം. ഇന്നലെ കത്തി. അതുകൊണ്ടാണ് ഫൈസലിക്കടെ പരിപാടിക്ക് വരാൻ പറ്റൂ. നല്ല കണ്ണേറുണ്ട്, കെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ ഏറ്റെടുത്ത് ചിരിച്ചോണ്ടിരിക്കും. അതിലൊക്കെ വിശ്വാസമുണ്ടോ? വിശ്വാസില്ല, പക്ഷെ യെസ്, എന്തോ ഒരു എനർജി ഉണ്ട് അവിടെ. ഉണ്ട്. അപ്പം സ്വന്തമാക്കിയ കാറ് ഇനി നമുക്ക് വാങ്ങണമെന്ന് തോന്നിയ മനസ്സിലാഗ്രഹമുള്ള വാഹനം എന്തായിരിക്കും? വാഹനത്തോട് കമ്പം ഉണ്ടോ? അതായത് വാഹനത്തിനോട് ഒബ്വിയസ്ലി എല്ലാവർക്കും കമ്പുണ്ടാവും. അതായത് കമ്പമല്ല, എനിക്കത് സ്വപ്നങ്ങളാണ്. നാട്ടിൽ ചെറുപ്പം മുതലേ ഞാൻ വന്നിരുന്ന വഴിയിൽ ഞാൻ ദൂരെ നിന്ന് കാണുന്ന വണ്ടികൾ, എനിക്കത് ആഗ്രഹമാണ്, അതെന്റെ സ്വപ്നമാണ്. അപ്പൊ എനിക്ക് ഇനി കാശാലും കിട്ടുകയാണെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള എല്ലാ വണ്ടികളും വഴി. അതാണ് ഒരു പ്രോഗ്രാം. ഇപ്പം ഒരു ഷോപ്പിൽ പോയി നമ്മളൊരു ബ്ലോഗ് ചെയ്തു, എത്ര രൂപയാണ് വാങ്ങുന്നത്? ഇപ്പോൾ അത് രഹസ്യമായിരിക്കും, എങ്കിലും ഒന്ന് പരസ്യമാക്കുവാണെങ്കിൽ നമുക്കിനി ആളുകൾ ചോദിക്കുമ്പോൾ പറയാമല്ലോ, അതിന് നമുക്ക് ഇത്ര രൂപ കൊടുത്താലേ വരുള്ളൂ എന്ന് പറയാമല്ലോ. തെറ്റില്ലാതെ കിട്ടും. ഫ്രീ ആയിട്ട് ചെയ്യാറുണ്ടോ? ചേർന്ന് ഫ്രീ ആയിട്ട് ചെയ്യാനുള്ള മൈൻഡ് എങ്ങനെയാണ് വരുന്നത്? അത് അവര് നമ്മുടെ കൂട്ടുകാരായിരിക്കും. നമ്മുടെ അടുത്ത് പറഞ്ഞാൽ അവര് ചിലപ്പോ ആദ്യമായിട്ട് അവരുടെ സേവിങ്സ് ഒക്കെ സേവ് ചെയ്ത് വെച്ചിട്ട് ചെയ്യുന്നൊരു സ്ഥാപനമായിരിക്കും. ഞാൻ പോയിന്ന് പറഞ്ഞിട്ട് അവർക്കൊരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല, പക്ഷെ അവരുടെ ഒരു സന്തോഷത്തിന് ഞാൻ പോകും. ചെയ്തോളൂ. ഫ്രണ്ട്സ് അല്ലെ? ഏറ്റവും കൂടുതൽ തുക പറയാം, ഏറ്റവും കൂടുതൽ പൈസ കിട്ടിയ ഞങ്ങള് എന്നാണ് ഏറ്റവും കൂടുതൽ ബ്രാൻഡ് ചെയ്ത്? ഞാൻ അവിടെ ദുബായ് ടൂറിസ്റ്റിന്റെ ബ്രാൻഡ് അംബാസിഡർ ഷാറുഖ് ഖാനാണ്. പക്ഷെ ദുബായ് ടൂറിസ്റ്റിന്റെ കാറ്റഗറീസ് ഉണ്ട്, അതായത് DSS അങ്ങനത്തെ സംഭവങ്ങൾ. അതിൽ ഞാൻ അവിടെ ബ്രാൻഡ് അംബാസിഡർ ആയിരുന്നു വണ്ടികളിൽ. അതിന് കിട്ടിയായിരുന്നു ഏറ്റവും വിളിച്ചത്. നിങ്ങൾ ഞാനൊരു ബോക്സിങ്ങിന് പോയി, അത് മറന്നുപോയി. അതായത് ഇവിടെ റാഷിദ് ദല്ലാസ എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്. ഇവിടുത്തെ റാഷിദ് അറിയോ? റാഷിദ് ഡ്രൈവിംഗ് സ്കൂൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടുത്തെ ഒരു റിച്ചസ്റ്റ് മാൻ ഉണ്ട്. ആളുടെ മോനാണ് റിച്ചസ്റ്റ് കിഡ് ഇൻ ദുബായ് എന്നൊക്കെ പറഞ്ഞിട്ട്. ആളുടെ കൂടെ ഞാനൊരു ബോക്സിംഗ് ഫൈറ്റിന് വേണ്ടേ, അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ. ആ ബോക്സിംഗ് അറിയായിരുന്നോ? ഇല്ല, ഞാൻ കോച്ചിങ്ങിന് പോയി വന്നത്. നമ്മൾ എന്തും ചെയ്യാൻ തയ്യാറാ പിന്നെ അല്ലെ? എന്തും ചെയ്യാൻ തയ്യാറാ. നിങ്ങൾ രണ്ടായി പിരിഞ്ഞ ശേഷം നിങ്ങൾ ഒരുമിച്ച് ഒരു വീഡിയോ കുറിച്ച് ചെയ്തിട്ടില്ലല്ലോ? അതെന്ന് വെച്ചാല്, അതായത് എന്റെ മനസ്സിലുള്ളതും അവളുടെ മനസ്സിലുള്ളതും എനിക്കും അവൾക്കും അറിയുന്നതാണ്. മൂന്നാമതൊരു വ്യക്തി നമ്മളെ കുറിച്ച് സംസാരിക്കുന്നത് അൺവാണ്ടഡ് കാര്യങ്ങളാണ്. നമ്മൾ ജീവിച്ചിരിക്കുന്നത് സോഷ്യൽ മീഡിയ, എന്റെ ബ്രെഡ് ആൻഡ് ബട്ടർ സോഷ്യൽ മീഡിയ ആണ്. വേറൊരു വ്യക്തി വന്നിട്ട് എൻ്റെ അടുത്ത് എന്നോട് ആവശ്യമില്ലാത്ത ചോദ്യം ചോദിക്കാനായിട്ട് ഞാനൊരു അവസരം ഒരുക്കിയില്ല. ഞാൻ അവളോടും പറഞ്ഞത്, നിങ്ങൾ രണ്ടുപേരും വീഡിയോ ഇട്ടല്ലോ, അതെന്താ വീഡിയോ നിങ്ങൾ ഇട്ടത്, നിങ്ങൾ എന്താ ഫോട്ടോ ഇട്ട്? അങ്ങനെ കുടുംബക്കാർ ചോദിക്കും, നാട്ടുകാർ ചോദിക്കും, അവര് ചോദിക്കും. നമുക്ക് എല്ലാവർക്കും വീട്ടരുത്, അവൾക്കും വീട്ടരുത്, എനിക്കും ഉണ്ട്. തീർച്ചയായിട്ടും. അതായത് ഈ സോഷ്യൽ മീഡിയയിലെ ആൾക്കാരിൽ ഉപരി നമുക്ക് കിട്ടുന്നത് എന്റെ ഉപ്പാടെ ബ്രദേഴ്സ് ഉണ്ടാവും, സിസ്റ്റേഴ്സ് ഉണ്ടാവും, ഉമ്മയുടെ ബ്രദേഴ്സ് ഉണ്ടാവും, സിസ്റ്റേഴ്സ് ഉണ്ടാവും. ഞാൻ എന്നെ അല്ല ആയിരിക്കണം, ഞാൻ അവരെ ആയിരിക്കണം. അവർക്ക് കിട്ടുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളും എനിക്ക് ചിലപ്പോൾ പറയാൻ പറ്റുമായിരിക്കും ഈ ജനറേഷനിൽ, പക്ഷെ അവരത് ഫേസ് ചെയ്യണം. ആ ഒരു സാധനം ഞാൻ കൊടുക്കാതിരിക്കുന്നതാണല്ലേ? ഈ ഇപ്പം ലീഗലായിട്ട് ഡിവോഴ്സ് കഴിഞ്ഞോ? പള്ളിയിലൊക്കെ? പള്ളിയിലെ താമസം ഉണ്ടോ? അതാണോ? താമസമല്ല, എനിക്കറിയില്ല. നമ്മള് പോയിട്ടില്ല. അല്ല, പള്ളിയിൽ വെച്ചാൽ നിക്കാഹൊക്കെ നടന്നത് നാട്ടിൽ പോയിട്ടില്ല. അതിനുശേഷം നാട്ടിൽ പോയിട്ടില്ല. പക്ഷേ അവള് പോകുമ്പോ ഞാൻ എത്തില്ല. അതുകൊണ്ട് അങ്ങനെ സംഭവമൊന്നുമില്ല. മറ്റ് വേറെ 2 കാര്യങ്ങൾ ചോദിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. നേരത്തെ പറഞ്ഞു അഭിനയത്തിന്റെ കാര്യം പറഞ്ഞു. അഭിനയത്തിനുള്ള കമ്പം എങ്ങനെയാണ്? എനിക്ക് അഭിനയിക്കാൻ ശരിക്കും കോൺഫിഡൻസ് ഇല്ല. ചിലപ്പോൾ അറിയാമായിരിക്കാം, പക്ഷെ കോൺഫിഡൻസ് ഇല്ല. എനിക്ക് കുറച്ച് ആൾക്കാരോട് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് മറ്റേ എന്താ പറയാ, ഇരുന്നാണോ സംഭവം വരും. പക്ഷെ ഞാനൊരു പടത്തിൽ അഭിനയിച്ചു, സൗകര്യങ്ങളൂടെ അയൽവാശി എന്ന് പറഞ്ഞിട്ട്. അതിനകത്തുണ്ടായിരുന്നല്ലോ. അപ്പൊ എനിക്ക് തോന്നി ഞാൻ കൂടുതൽ ഇതിനെ കുറിച്ച് പഠിക്കണം. അതായത് എനിക്ക് ഇതിനെ കുറിച്ച് അറിയില്ല.
അതിന് കാരണം അതിലുള്ള ആൾക്കാരൊക്കെ ഞാൻ അന്ന് ആ മൂവിയുടെ സമയത്ത് പോകുമ്പോഴും ഇപ്പൊ അമേരിക്കയുടെ കൂടെ നടക്കുമ്പോഴൊക്കെ അതിന്റെ എഫേർട്ടും അവർ ചെയ്യുന്ന ഹാർഡ് വർക്കൊക്കെ ഒരുപാടാണ്. ഞാനിപ്പോ ചെയ്യുന്ന സോഷ്യൽ മീഡിയ അല്ല, അത്രയും പൊട്ടൻഷ്യലും അത്രയും ടാലന്റും അത്രയും ഹാർഡ് വർക്ക് ആയിട്ട് അതില് പാഷനേറ്റ് ആയിട്ട് ഇരിക്കണം. എനിക്ക് പാഷനേറ്റ് ആയിട്ട് ഞാൻ അതിലേക്ക് പോയി കഴിഞ്ഞാൽ എന്റെ വീട്ടുകാര് ചില സമയത്ത് പട്ടിണി പോകും. അതുകൊണ്ട് എനിക്ക് സമയം കിട്ടിയിട്ടില്ല. കാരണം വെച്ചാൽ എനിക്ക് അഭിനയം പഠിക്കാൻ പോകണമെന്ന് ആഗ്രഹമുണ്ട്. അത് എനിക്കറിയാം. കാരണം അതിലേക്ക് കയറി കിട്ടി കഴിഞ്ഞാൽ എല്ലാം അടിപൊളിയല്ലേ. അല്ല ഇപ്പൊ കിട്ടുന്ന വരുമാനം എല്ലാം എല്ലാം ഇത് വെച്ചിട്ടില്ല. എനിക്ക് ഈ പരിപാടി ഇരിക്കാൻ നല്ലത്. അല്ല ഇപ്പൊ കിട്ടുന്ന വരുമാനം ഒന്നും അഭിനയത്തിന് പോകുമ്പോ കിട്ടില്ല, ദുബായിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഒന്നും കിട്ടില്ല. പക്ഷെ എന്നാലും ഒരു പാഷനല്ലേ. അതാണ് ഇപ്പൊ കിട്ടുന്ന അത്ര അല്ല ഇപ്പൊ കിട്ടുന്ന സുഖമായ ജീവിതം കൂടെയാണ്. അത് വെയിലത്ത് ഇറങ്ങിയിരിക്കണം ഷൂട്ടിന്. അതൊന്നും പ്രശ്നമില്ല. ഷൂട്ടിപ്പോ പോകുമ്പോൾ ഞാനിവിടെ വെയിലത്ത് ഓടിയിട്ട് പണി തന്നു കഴിഞ്ഞാൽ അപ്പൊ റോട്ടിലിട്ട് ഓടാനും എന്തിനും റെഡിയാ. പണി കഴിയുന്നവരെ നമ്മൾ അവിടെ ജോലിക്കാരനായി മാറുവാണ് അല്ലേ. ഈ ജോലിക്കാരനായി മാറുമ്പോൾ ഇപ്പൊ നേരത്തെ പറഞ്ഞപ്പോ എന്റെ കൂടെ കുറെ ആളുകളുണ്ടായിരുന്നു ഒരുമിച്ച്. ഇപ്പൊ ഒരാളെ കൊണ്ട് നടക്കണില്ല എന്ന് പറഞ്ഞു. ഒറ്റയ്ക്കെല്ലാം മാനേജ് ചെയ്യാൻ പറ്റുമോ? ഒരു സമയം അതുപോലെ വിളിച്ചാൽ ചിലപ്പോൾ ഫോൺ കിട്ടില്ല, ചിലപ്പോൾ ഷൂട്ടിലായിരിക്കും, അപ്പോൾ ചിലപ്പോൾ ഒരു വർക്ക് പോവും. അപ്പോൾ ഒരാൾ ഫോൺ എടുക്കാനെങ്കിലും വേണ്ടേ? ഞാനിപ്പോ ഒരാളെ കൂടെ എടുത്തിട്ടുണ്ട്. ഫഹദ് എന്ന് പറഞ്ഞിട്ട് എന്റെ ഒരു വീഡിയോഗ്രാഫർ കം മാനേജറായിട്ട് ഞാൻ ഒരാളുടെ പേഴ്സണലായിട്ട് എടുത്തിട്ടുണ്ട്. അവനാണ് ഇപ്പൊ എന്റെ വീഡിയോസും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ അതിനെ കുറിച്ച് ചിന്തിച്ചത് അവനാണ് ഇപ്പോ എല്ലാം ചെയ്യുന്നത്. ഇവിടെ പ്രാഞ്ചേട്ടന്മാരുണ്ടോ? പ്രാഞ്ചേട്ടന്മാരല്ല, എല്ലാവരും അവരുടെ സന്തോഷം അവരുടെ ആഗ്രഹങ്ങളാണ് ചെയ്യുന്നത്. അതായത് എന്താ പറയാ, ഇപ്പൊ എനിക്ക് എന്റെ ആഗ്രഹം എന്ന് പറയില്ലേ കാർ മേടിക്കണം എന്നുള്ളത്. എല്ലാ ആൾക്കാർക്കും ഓരോന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ചില ആൾക്കാർ ബിസിനസ്മാൻ ആക്കും. അപ്പൊ അവർക്ക് കിട്ടാത്തതിൽ അസുഖമുള്ളവരോ അവർക്ക് കിട്ടാത്ത മറ്റൊരു അസുഖമുള്ളവരുണ്ടാവും. അസുഖം ഉണ്ടാവില്ല. അവർക്ക് കിട്ടാത്തത് കിട്ടാൻ വേണ്ടിട്ട് അവർ നടക്കുന്നു. ഇപ്പൊ എനിക്ക് കിട്ടാത്ത കാറാണ്, ഞാൻ കിട്ടാൻ വേണ്ടി നടക്കുന്നത്. ചിലപ്പോ അവർക്ക് കിട്ടാത്ത ഫെയിം ആയിരിക്കില്ല. അപ്പൊ അവർ ഫെയിമിന് വേണ്ടി നടക്കുന്നു. അത് പ്രാഞ്ചേട്ടല്ല, അത് ഓരോ ആഗ്രഹങ്ങളാണ്. നമ്മളത് കുറ്റം പറയുമ്പോഴാണ് പ്രാഞ്ചേട്ടനായി മാറുന്നത്, പൊട്ടനായി മാറുന്നത്, ആക്രാന്തനായി മാറുന്നത്. നമ്മൾ പറയുമ്പോൾ അതൊക്കെ ഓരോ ആഗ്രഹങ്ങളാണ്. ആഗ്രഹങ്ങൾ മാത്രമാണ്. നേരത്തെ പറഞ്ഞ ഏറ്റവും കൂടുതൽ പണം കിട്ടിയ സമയം ഏറ്റവും വലിയ ഗിഫ്റ്റ് കിട്ടിയത് എവിടെന്നാണ്? ഏറ്റവും വലിയ ഗിഫ്റ്റ് കിട്ടിയത് ഓർമ്മയില്ല. ഒത്തിരി കിട്ടിയോണ്ട് ഓർമ്മയില്ലാത്താണോ? അല്ല, ഞാനങ്ങനെ ഗിഫ്റ്റിനോട് അങ്ങനെ ചിലപ്പോൾ ഒരു ഗിഫ്റ്റ് തരുമല്ലോ നമുക്ക്. ആദ്യ കാലത്തൊക്കെ കൂടുതൽ ഗിഫ്റ്റുകളൊക്കെ ആയിരിക്കും തരുന്നത്, പൈസക്കപ്പുറത്ത് ഗിഫ്റ്റുകളായിരിക്കും തരുന്നത്. എന്റെ 21ാമത്തെ വയസ്സിൽ ഒരാളെ ഗിഫ്റ്റ് തന്നിട്ടായി. 21 ഗിഫ്റ്റ് 21 വയസ്സായതുകൊണ്ട് ആണോ? വന്നിട്ട് തൃശ്ശൂർ. ആൺകുട്ടിയോ പെൺകുട്ടിയോ? പെൺകുട്ടി. ആ പെൺകുട്ടി ഇപ്പൊ കാണാറുണ്ടോ? ഇല്ല. അത് കല്യാണം കഴിച്ചപ്പോൾ വൈഫിന്റെ അടുത്ത് പറഞ്ഞോ എനിക്ക് നമ്മൾ തൃശ്ശൂർ റൗണ്ടിൽ വന്നിട്ട് 21 ഗിഫ്റ്റ് തന്നു? 21 ഗിഫ്റ്റ് ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടോ അതിൽ എന്തെങ്കിലും? ഇല്ല, അതൊക്കെ പോയി.